ഈ ഡ്രോയിങ് ഒന്ന് മാറ്റി വരച്ചാലോ? ആ ഡ്രോയിങ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തതാണ് കേട്ടോ. അന്ന് ഈ ChatGPT ജെമിനിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ ഓരോ ആഗ്രഹങ്ങൾ ഞാനങ്ങ് വരച്ചു തീർക്കാറാ. ഇന്നിപ്പോ ഇത് വരയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എയിലിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ അതല്ലല്ലോ അതിന്റെ ഒരു ഇത്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയർ ആണ് കേട്ടോ നെയ്മർ. അപ്പൊ ആളുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതാണ് കേട്ടോ ഞാൻ ഈ പിക്ക് വരയ്ക്കണേ. അപ്പൊ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയർ ആരാന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. ഇത് വരയ്ക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെയാണ് ഗൈസ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് എന്നെ പോലെ എയിലൊക്കെ ഇട്ട് ഫോട്ടോ ഉണ്ടാക്കണേനായിട്ട് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഡ്രോയിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ വരച്ചുതരാം ഗൈസ്. ചാർക്കോൾ പെൻസിൽ വെച്ച് ഇങ്ങനെ ലൈൻസ് ഇട്ടിട്ട് ചാർക്കോൾ പൗഡർ യൂസ് ചെയ്ത് ഇങ്ങനെ ഡാർക്ക് ആക്കി കൊടുത്തിട്ടാണ് ഞാൻ ഇതിന്റെ ഹെയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തേക്കണേ. ഞാൻ അങ്ങനെ ഡ്രോയിങ് പഠിക്കാൻ പോയിട്ടൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ എങ്ങനെ വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തെങ്കിലും മോണോ സീറോ ഇറേസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ മെക്കാനിക്കൽ പെൻസിലിന്റെ ബാക്കത്ത് ഇറേസർ വെച്ചിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തെടുക്കണേ. പിന്നെ ഇങ്ങനത്തെ ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ടാണ് ഞാൻ വലിയ ഏരിയാസ് ഒക്കെ ഷെയ്ഡ് ചെയ്യണേ. ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ വെച്ച് ഉണ്ടാക്കി എടുക്കാം, പക്ഷെ അപ്പൊ നമ്മൾ ഈ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അത് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി ഇരിക്കണേ. ഇത് ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ആവില്ല, പക്ഷെ എന്നാലും നമ്മൾ ഇട്ട ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് നമ്മളെ ഹാപ്പി ആക്കും. അങ്ങനെ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, ബൈ ഗൈസ്.